ത്രിയേക ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാവട്ടെ. Your Eminence, Brother Andres Bahi, the representative of His Holiness Moramor Ignatius Ephraim II, who is in charge of the youth programs and education program of the Syrian Orthodox Church and the Patriarchal Vicar of the section. അഭ്യുന്നതനായ കുര്യാക്കോസ് മാർ ഇവാനിയോസ് തിരുമേനി, അഭ്യുന്നതനായ സിൽവാനോസ് തിരുമേനി, വേദിയിൽ നമുക്ക് വേണ്ടി ആവേശകരമായ ചിന്തകൾ തന്ന അഭ്യുന്നതനായ അലക്സാന്ദ്രിയോസ് തിരുമേനി, ഈ വേദിയിൽ ആശംസകളും അനുഗ്രഹങ്ങളും നൽകുന്ന മറ്റ് പങ്കെടുക്കുന്ന എല്ലാവരുമേ, എൻ്റെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, രാവിലെ മുതൽ ഇന്നലെ മുതൽ വാസ്തവത്തിൽ ആവേശം നിറഞ്ഞു നിൽക്കുന്ന ഒരനുഭവം. കാരണം ഇവിടെ ഒരു വലിയ വാദഗതിയുണ്ട്. 95% ഞങ്ങളുടെ കൂടാണെന്ന് ചിലർ പറയും. പക്ഷെ ഇന്നലെയും ഇന്നുമായി വന്ന ഈ അഭൂതപൂർവമായ ജനത്തിരക്ക്, ആ ചിന്തകളെയും ആ പ്രചരണങ്ങളെയും ഒക്കെ കാറ്റിപ്പുറത്തിൽ കൊണ്ട് ക്രാനായ രക്തം സിരകളിലൂടെ ഒഴുകുന്ന ഞങ്ങൾ അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കൂടെ, അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കീഴിൽ ഉറച്ചു നിൽക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ക്രാനായ മക്കളുടെ സംഗമമാണ് ഈ സിറിയൻ കുടിയേറ്റത്തിൻ്റെ അനുഭവങ്ങൾ പങ്കെടുക്കുന്ന ഈ കുടുംബമേള. ഇത് ആരെയും തോൽപ്പിക്കുവാനല്ല, ഇതാരോടും മത്സരിക്കുവാനുമല്ല, ആരോടും വിജയിക്കുവാനുമല്ല. വിജയിക്കുവാൻ ഒരേ ഒരു ഘടകമേ ഉള്ളൂ. അത് തിരുമേനിമാരുടെയും പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായുടെയും പ്രസംഗത്തിലും കൽപ്പനയിലും പറഞ്ഞിരിക്കുന്ന ദൈവവിശ്വാസം. രണ്ടാമത്, നാം അയക്കപ്പെട്ടതും പുലർത്തുന്നതും നിലനിൽക്കുന്നതുമാകുന്ന അന്ത്യോക്യ സിംഹാസനത്തിൽ ഉള്ള അടിപതറാത്ത വിശ്വാസവും അചഞ്ചലമായ വിശ്വാസവും കൂറും വിധേയത്വവും ആണ് എന്നുള്ളത് അവിതർക്കിതമായ ഒരു കാര്യമായി ഇവിടെ ഇന്ന് പ്രഖ്യാപിക്കുകയാണ്. ഇതൊരു ആരംഭം മാത്രമാണ്. അന്ത്യോക്യ സിംഹാസനത്തെ വെല്ലുവിളിക്കുന്ന വാക്കുകളോ ചിന്തകളോ പ്രവർത്തനങ്ങളോ ആരിൽ നിന്നുണ്ടായാലും, അഭ്യുന്നതനായ മെത്രാപ്പോലീത്ത പറഞ്ഞതുപോലെ, അലക്സാന്ദ്രോസ് തിരുമേനി പറഞ്ഞത്, ക്ലീമീസ് തിരുമേനി ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്, പൗരോഹിത്യത്തിൽ നിന്ന് ഞങ്ങൾ ഉരിയപ്പെട്ടവരും ശപിക്കപ്പെട്ടവരും പ്രാഗപ്പെട്ടവരുമാകുമെന്നാണ്. അങ്ങനെയെങ്കിൽ അന്ത്യോക്യ സിംഹാസനവുമായിട്ടുള്ള എല്ലാവിധമായ ബന്ധങ്ങളും ഞാൻ പൊട്ടിച്ചെറിയുന്നു എന്ന് ഒരു പുരോഹിതനോ മേൽപ്പെട്ടക്കാരനോ പറഞ്ഞാൽ അവർക്ക് പൗരോഹിത്യം നിലനിൽക്കില്ല. അതാണ് നമ്മുടെ വിശ്വാസം നമ്മളെ പഠിപ്പിച്ചത്. നാം ഇവിടെ ആവർത്തിച്ച് പ്രഖ്യാപിച്ചു, ഞങ്ങളുടെ അമ്മയെ മറക്കേണ്ട സാഹചര്യം വന്നാലും ഞങ്ങൾ അന്ത്യോക്യം മറക്കില്ല എന്ന് പറഞ്ഞ് അമ്മയെ മറക്കുമെന്നല്ലോ അതിൻ്റെ അർത്ഥം. ഉടനെ അതിനൊരു ഒരു ഉപരിപ്ലവമായ ഒരു അർത്ഥം കൊടുക്കുകയല്ല വേണ്ടത്. അത്രമാത്രം ബന്ധമാണ് അന്ത്യോക്യ സിംഹാസനവുമായിട്ടുള്ളത്. അത് ഒലയപ്പെടുന്നു എന്ന് നല്ല ബോധ്യം വന്നപ്പോൾ ധാരാളം ആളുകൾ ക്നാനായ സമുദായം നശിക്കുന്നു എന്ന് കണ്ട് ഇങ്ങനെ ഒരു കൂടിവരവ് അത്യന്താപേക്ഷിതമാണെന്ന് പലപ്പോഴും പല മേഖലയിൽ നിന്ന്, പല ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു. ചെറിയ ചെറിയ യോഗങ്ങളൊക്കെ നടന്നു. പക്ഷെ അതിലും നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു. ഇത് ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു കൂടിവരവാണ്. ആയിരങ്ങൾ പങ്കെടുത്ത ക്നാനായ സമുദായത്തിൻ്റെ ജനങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവരെല്ലാം ഇന്നിവിടെ വന്നു. റാന്നിയുടെ ഭാഗങ്ങളിൽ നിന്ന്, കല്ലിശ്ശേരിയുടെ ഭാഗങ്ങളിൽ നിന്ന്, ചിങ്ങവനത്തിൻ്റെ ഭാഗത്ത് നിന്ന്, ഗൾഫ്, അതായത് UAE, മസ്കറ്റ് തുടങ്ങുന്ന, ബഹ്റൈൻ തുടങ്ങുന്ന മുഴുവൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന്, UK-യിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ
പ്ലെയിൻ ചാർജ് അല്ലെങ്കിൽ വിമാന കൂലി കൊടുത്ത് ഈ മീറ്റിങ്ങിന് വേണ്ടി വന്നിട്ടുള്ളതായ ആളുകളാണ്. അത് ഈ ഐഡന്റിറ്റിയുടെ, ഈ സത്വത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിസ്ഥാന ഘടകമാണ്. പക്ഷെ ഇവിടെ ഒത്തിരി തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതായ വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പലരും പരത്തുന്നത്. അതിന് സോഷ്യൽ മീഡിയയിലൂടെ അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളാരും വിശുദ്ധ മദ്ബഹായും ഹൈക്കലായും ദേവാലയവും അകത്തും ഈ പൊളിറ്റിക്സ് പറയുന്നതിന് ഉപയോഗിക്കത്തില്ല. ഇത് പറയുന്നത് അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ പൈതൃകമായ നിലനിൽപ്പിന് വേണ്ടി കള്ളം പറയുവാൻ ഞങ്ങൾ പഠിച്ചിട്ടില്ല. ഇവിടെ ഞങ്ങളുടെ സമുദായത്തിൻ്റെ ഭാരവാഹികൾ പറയുന്നത് വിഷയങ്ങൾ അവസാനിപ്പിക്കുന്നതിന് ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്, ഒത്തിരി പ്രാവശ്യം തയ്യാറായിട്ടുണ്ട്. പക്ഷേ ഈ സമുദായത്തിൻ്റെ സഹായ മെത്രാപ്പോലിത്തന്മാരാണ് അതിന് യോജിക്കാത്തതെന്ന് പരസ്യമായി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതിനൊരു മറുപടി നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾ ഈ സമുദായത്തിൻ്റെ മെത്രാപ്പോലിത്തന്മാരായി അഭിനന്ദനായ സേവോറിയോസ് തിരുമേനിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് കണ്ട് അസൂയമുണ്ടതായ പൂഴുന്നതായ ചില ആളുകൾ സിംഹാസനത്തിന് എതിരായി പ്രവർത്തിച്ച് മെത്രാപ്പോലിത്തന്മാരെ അകറ്റി നിർത്തി ചോര കുടിക്കുന്ന ചെന്നായ്ക്കളെ പോലെ ആയി മാറുന്ന ഒരു പ്രവണത ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പോഴുള്ള കമ്മിറ്റിക്ക് മുമ്പ് ഏതാണ്ട് ഇതുപോലെ തന്നെ ഒരു കമ്മിറ്റിയും അതിൻ്റെ സെക്രട്ടറിയും ഒക്കെ ആയിരുന്നു. ഒരിക്കൽ അന്ന് എടുത്തതായ ജ്ഞാനായ കമ്മിറ്റിക്കാര്, അതിൽ ചിലരൊക്കെ ഇവിടെ ഉണ്ട്, അവർ പറഞ്ഞു നമ്മൾ ഒരു പാനലിലാണ് ജയിച്ചത്, പക്ഷേ നമ്മൾ ആരും ഈ സമുദായത്തിൻ്റെ ഐക്യത്തിനെതിരാവരുത്, അതുകൊണ്ട് നമുക്ക് മെത്രാപ്പോലിത്തന്മാരെ കണ്ട് സംസാരിച്ച് ഈ വിഷയം തീർക്കണമെന്ന് പറഞ്ഞു. അന്ന് ഇന്നത്തെ സെക്രട്ടറി പറഞ്ഞു, താൻ എന്താണോ ഈ പറയുന്നത്? ഇവർ തമ്മിലുള്ള വിഷയമെന്നല്ല പറഞ്ഞ, ഇവന്മാര് തമ്മിലുള്ള വിഷയം തീർത്താൽ പിന്നെ നമുക്ക് എന്നാടോ പണി? ഈ ദുരാത്മാവാണ് ഇന്നും ഈ സമുദായത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം ഞാൻ ഓർപ്പിക്കുന്നത്, ഒരിക്കല് അന്നത്തെ ട്രസ്റ്റി ആയിരുന്ന ദിവംഗതനായ സ്കറിയ തോമസ് ജ്ഞാനായ കമ്മിറ്റിയിൽ നിന്ന് വിളിച്ചു, തിരുമേനി നമുക്ക് ഒരുമിച്ച് എല്ലാവരും ഒന്ന് സംസാരിക്കണം. ഞാൻ പറഞ്ഞു, ഞങ്ങളൊക്കെ കുഞ്ഞച്ചൻ്റെ പേരായാണ്, ഞങ്ങൾ കുഞ്ചായൻ എന്ന് പറയും. കുഞ്ചായൻ സമയം ക്രമീകരിച്ചോ, ഡേറ്റ് ക്രമീകരിച്ചോ, ഞങ്ങൾ വരാം. അദ്ദേഹം ഒരു ഡേറ്റ് പറഞ്ഞു, ഞാൻ സമ്മതിച്ചു. ഇവാനോസ് തിരുമേനിയെ കൊണ്ട് വിളിച്ച് പറയണമെന്ന്. ഇവാനോസ് തിരുമേനി അമേരിക്കയിലാണ്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നോട് വിളിച്ച് പറഞ്ഞു, അന്ന് സേവോറിയോസ് തിരുമേനി ഫ്രീ അല്ല, അതുകൊണ്ട് എന്താ ചെയ്യണത്? അടുത്തൊരു ഡേറ്റ് അദ്ദേഹത്തിന് സൗകര്യമുള്ള ഡേറ്റ് നിശ്ചയിച്ചു. അദ്ദേഹം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, ഇന്ന ഡേറ്റിൽ. ഓക്കെ റെഡി, ഞങ്ങളവിടെ വരുമെന്ന് പറഞ്ഞു. അന്ന് ജ്ഞാനായ കമ്മിറ്റിയിൽ നിന്നാണ് ഞങ്ങളെ വിളിക്കുന്നത്. അപ്പം ഞങ്ങളതിന് തയ്യാറായി വന്നപ്പോൾ അന്നൊരു 5:30 ആയപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു മെസ്സേജ് വന്നു, ഇന്നത്തെ ജ്ഞാനായ കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ ഒരു ഫിലിപ്പ് കെ ജോസഫ് എന്ന് പറയുന്ന ഒരാളാണ് ഇട്ടത്. അതിനകത്ത് ആദ്യത്തെ കണ്ടീഷൻ, സഹായമെത്രാന്മാരെ ബഹിഷ്കരിക്കണം, സഹായമെത്രാന്മാരെ പള്ളികളിൽ ക്ഷണിക്കരുത്, അവർക്ക് സാമ്പത്തികമായി ഒരു ഔദാര്യവും കൊടുക്കരുത്. ഇങ്ങനെ പറഞ്ഞ ഈ വാർത്ത കണ്ടപ്പോൾ ഞാൻ സെക്രട്ടറിയെ വിളിച്ചു. സെക്രട്ടറിയോട് ചോദിച്ചു, ഞങ്ങളോട് കമ്മിറ്റിയിൽ നിന്ന് വിളിച്ച സൗഹൃദമായ സംഭാഷണത്തിന് ക്ഷണിച്ചപ്പോൾ ഇങ്ങനെ അല്ലല്ലോ കേട്ടത്. അതൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് താൻ അറിയണമല്ലോ. ഞാൻ എൻ്റെ എന്നാണ് പറഞ്ഞത് സ്ക്രീൻഷോട്ട് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അതുകൊണ്ട് ഇതല്ല ജ്ഞാനായ കമ്മിറ്റിയുടെ തീരുമാനമെന്ന് ഒരു മെസ്സേജ് വന്നില്ലെങ്കിൽ ഞങ്ങൾ വരില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞങ്ങൾക്കൊരു കത്ത് വന്നു. ട്രസ്റ്റിയും സെക്രട്ടറിയും ഒപ്പിട്ട് ഞങ്ങളെ അനുരഞ്ജനത്തിന് ക്ഷണിച്ച ആ ഭാഗം കണ്ടാണ്. അതിനകത്ത് 3 പേരെ വിളിച്ചിട്ടുള്ളൂ. ഒന്ന് ഗ്രിഗോറിയോസ് കുര്യാക്കോസ്, ഇവാനിയോസ് കുര്യാക്കോസ്, അയൂബ് സിൽവാനോസ്. സേവോറിയോസ് തിരുമേനി ഇതിനൊക്കെ അപ്പുറമായി എല്ലാവരുമായിട്ട് സംസാരിക്കാനാണ് വിളിച്ചത്. പക്ഷേ അദ്ദേഹത്തെ ഒഴിവാക്കിയ ഞങ്ങളെ ഈ ഡ്രിൽ സാറന്മാർ വിളിച്ച് ബെഞ്ചെ കയറ്റി നിർത്തി ഞങ്ങളെ ചോദ്യം ചെയ്ത പോലെ ചോദിക്കാനുള്ളൊരു ശ്രമമായിരുന്നു. ആരാണ്? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞത്, ഈ അനുരഞ്ജനത്തിന് ഞങ്ങളെ വിളിച്ചു എന്ന് പറയുന്നത് പച്ചക്കള്ളങ്ങളാണ്, ആത്മാർത്ഥതയില്ലാത്തതാണ്.
എന്നാൽ വിളിച്ചോ എന്ന് ചോദിച്ചാൽ വിളിച്ചു. ഞങ്ങളുടെ ഇവിടെയൊക്കെ പണ്ട് ഈ ഊത്തയെന്ന് പറഞ്ഞൊരു സാധനം, ഊത്തയെന്ന് പറഞ്ഞാൽ ഈ വേനൽ കഴിയുമ്പോൾ മഴ പെയ്യുമ്പോൾ ഒത്തിരി മീനിറങ്ങും. അപ്പോൾ ഒരു തോമായും ഒരു ചാക്കോയും ഉണ്ട്. രണ്ടുപേരും കൂടെ ഈ തോട്ടുമുട്ടയ്ക്ക് നിന്ന് വീശി ഒത്തിരി മീൻ കിട്ടി. രാത്രി 11:30 ആയപ്പോൾ ചാക്കോ പറഞ്ഞു, നമുക്കിനി വെളുപ്പിനെ വരാം. തോമായോട് പറഞ്ഞു, കുറച്ച് ദൂരമാണ്, നീ വരുമ്പോൾ എന്നെ കൊണ്ടൊന്ന് വിളിച്ചേക്കണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പോയി. തോമ 4:30 ആയപ്പം വന്നു. പക്ഷേ ചാക്കോയെ വിളിച്ചില്ലേ എന്ന് ചോദിച്ചാൽ വിളിച്ചു. എന്താണെന്ന് ചോദിച്ചാൽ ചാക്കോ വരുമ്പോൾ തോമ അടുത്ത ചാക്കുകൾ നിറച്ച് മീൻ കൂടി. നീ എന്താണ് എന്നോടൊന്ന് പറയാൻ? ഞാൻ നിന്നെ വിളിച്ചതാണ്. അത് നീ അപ്പോൾ ആരാണിച്ചു, നീ എങ്ങനെ വിളിച്ചെന്ന് ചോദിച്ചപ്പോൾ ചാക്കോയുടെ ഗേറ്റിൻ്റെ പുറത്ത് നിന്നിട്ട്, ചാക്കോ നിങ്ങൾ വല്ലതും കേട്ടോ? ചാക്കോയെ ഞാൻ 4 പ്രാവശ്യം വിളിച്ചു, പക്ഷെ അവൻ ഉണർന്നില്ല. ഇതുപോലാണ് ഇവരുടെ അനുരഞ്ജനം. പായും പരമ്പും വിരിച്ച് ചതിവിൻ്റെ മാർഗങ്ങൾ. ഒരിക്കൽ ഞങ്ങളെ വിളിച്ചു, കമ്മിറ്റിക്കാരെ ഞങ്ങളെ വിളിച്ചു. വൈദിക കൗൺസിലും കൂടെ ചേർന്ന് 25 പേരോളമുണ്ട്. എന്നെയും ഈവാനോസ് തിരുമേനിയും വിളിച്ചു. സിൽവാനോസ് തിരുമേനി വീണ്ടും അന്ന് അമേരിക്കയിലാണ്. ഞങ്ങൾ പറഞ്ഞു, പാത്രിക്കീസ് ബാവ തന്നിട്ടുള്ള 15 കൽപ്പനയുണ്ട്, അത് ഞങ്ങൾ പൂർണ്ണമായി സമ്മതിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാവയ്ക്ക് എഴുതാം. ബാവ അതിന് തയ്യാറാണ് മാറ്റങ്ങൾ വരുത്തുവാൻ. അപ്പോൾ ഞങ്ങളെ ഈറ്റപ്പൂലി പോലെ വന്ന് ഞങ്ങളെ 2 പേരെയും കടിച്ചു തിന്നാനാണ് വന്നത്. അന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ യാക്കോബായിൽ ഏതെങ്കിലും മെത്രാനെ കണ്ട് സംസാരിച്ചാൽ അദ്ദേഹം പാത്രിക്കീസ് ബാവയ്ക്ക് എഴുതും. അന്നേരം ഒരു യാക്കോബായ മെത്രാൻ വേണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവർ തന്നെ അവസാനം കോട്ടയം ഭദ്രാസനത്തിൻ്റെ തീമോത്തിയോസ് തിരുമേനിയുടെ അടുത്ത് ചെന്നു. അദ്ദേഹം ഞങ്ങളെല്ലാം വിളിച്ചു, സംസാരിച്ചു. ആദ്യ ദിവസം തീരുമാനം ഒപ്പിട്ടു. അന്ന് രാത്രിയിൽ തുടങ്ങി സെവോറിയോസ് തിരുമേനിയുടെ തല തെറിപ്പിക്കുകയായിരുന്നു. എന്തിനൊപ്പിട്ടു? പോട്ടെ, ഞാൻ ആ വിഷയത്തിലൊക്കെ ഇനി ദീർഘിപ്പിക്കാനൊക്കത്തില്ല. 1 മാസം മുമ്പ് ഈ ക്നാനായ സമുദായത്തിലെ വൈദികർ അവർ തീരുമാനിച്ചിതിങ്ങനെ മുന്നോട്ട് പോയാൽ ഒക്കത്തില്ല. ഇതിൽ അറുതി വേണം ഈ വിഷയങ്ങൾക്ക്. അതുകൊണ്ട് ക്നാനായ സമുദായത്തിൻ്റെ വൈദികരുടെ ഒരു യോഗം എന്ന് പറഞ്ഞാൽ 2 ഉണ്ട് കേട്ടോ. വൈദിക യോഗമുണ്ട്, വൈദികരുടെ യോഗമുണ്ട്. വൈദികരുടെ യോഗത്തിൻ്റെ അധ്യക്ഷൻ മെത്രാപ്പോലീത്തയാണ്. വൈദികർ 10-60 പേരുണ്ടായിരുന്നു. അധ്യക്ഷനായിരിക്കുന്നത് സെവോറിയോസ് തിരുമേനിയാണ്. അവിടെ പലതരത്തിലുള്ള ഈ മീറ്റിംഗ് ആണ് അന്നത്തെ വിഷയം. ഇതിനാരും പോരുന്ന അവർ പറഞ്ഞു, ഞങ്ങൾ പോവും പലരും. കാരണം ഇതിന് സമുദായമായൊരു ബന്ധമില്ലെന്ന് സെക്രട്ടറി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെന്തിനാ ഇതിൻ്റെ പുറകെ നടക്കുന്നത്? ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞു. അതിൽ എല്ലാവരും വന്നു മിക്കവാറും. അപ്പം ഞാൻ പറഞ്ഞത്, അന്ന് 7 വൈദികരുടെ ഒരു കമ്മിറ്റി എടുത്തൊരു വൈദിക കൗൺസിൽ, വൈദിക സമിതി ഞങ്ങളുമായി സംസാരിക്കാൻ. അത് രാത്രിയിൽ ഞാൻ അറിഞ്ഞു, ഇങ്ങനെ പിരിഞ്ഞു. ഇത് തീരുമാനിച്ചു. 7 അച്ഛന്മാരെ എടുത്തു. ഞങ്ങൾ 3 അച്ഛന്മാരെ കൂടെ കോപ്റ്റ് ചെയ്യാം. വലിയ സന്തോഷം തോന്നിയെങ്കിലും എന്നോട് കൂടെ ഇരുന്ന അച്ഛന്മാരോട് ഞാൻ പറഞ്ഞു, ഇത് നടക്കത്തില്ല. അതിൻ്റെ കാരണം, ഈ സമുദായത്തിലെ വിഷയങ്ങൾ തീരരുത് എന്ന് നിർബന്ധമുള്ള ചിലരുണ്ട്. തീർന്നാൽ അവർക്ക് ജീവിക്കുവാൻ സാധ്യമല്ല. ഈ വിഷയങ്ങളുണ്ടെങ്കിൽ അവർക്ക് കേസ് നടത്തി ജീവിക്കുവാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇന്ന് രാത്രിയിൽ ഇത് പൊളിയുമെന്ന് പറഞ്ഞു. അന്ന് രാവിലെ 7 മണിയായപ്പോൾ സെക്രട്ടറിയുടെ കാറ് അപ്രേം സെമിനാരിയുടെ മുറ്റത്ത് വന്നു. അന്ന് ഏകദേശം ഒരു 10 മണിയായപ്പോൾ സെക്രട്ടറിയുടെ വീഡിയോ കോൾ വന്നു. പിറ്റേ ദിവസം മെത്രാപ്പോലീത്തയുടെ കൽപ്പന വന്നു. ഒത്തിരി നന്ദി മെത്രാപ്പോലീത്തയോടും SKS മണ്ണുകളോടുമുണ്ട്. കാരണം അവരാണ് ഇത്രയും വളർത്തിയത്. ഇത് നമ്മളല്ല ഇത് ഇത്രയും വളർത്തിയത്. ക്ലിമീസ് തിരുമേനിയുടെ ശ്രാദ്ധത്തിനൊരു ദീപശിഖ പ്രയാണം വന്നപ്പോൾ സെവോറിയോസ് തിരുമേനി അറിഞ്ഞതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കൽപ്പന ഇറങ്ങി. ആ ഒരൊറ്റ കൽപ്പനയാണ് സെവോറിയോസ് തിരുമേനിയുടെ ക്ലിമീസ് തിരുമേനിയുടെ ശ്രാദ്ധ പെരുന്നാളിൻ്റെ ദീപശിഖ വിജയിക്കാൻ കാരണം. അതുപോലെയാണ് ഈ സമ്മേളനം ഇതിന് ചെയ്യാവുന്ന മുഴുവൻ ഭാരകളും. ഇതിൽ സംബന്ധിക്കാത്ത മെത്രാപ്പോലീത്തന്മാര് അവർക്ക് അവരുടെ സ്വാധീനമില്ല എന്ന് ഞാൻ ധരിക്കുന്നില്ല. ഈ സമ്മേളനം പരാജയപ്പെടുത്തുന്നതിന് എത്രമാത്രം ശ്രമിച്ചോ അത്രമാത്രം ശക്തമായി. ക്ലിമീസ് തിരുമേനി പറയാറുണ്ട്, ഈ സമുദായ അംഗങ്ങൾ ഫുട്ബോൾ കളിക്കുന്ന പോലെയാണ്. എന്ന് പറഞ്ഞാൽ 10 പൗണ്ടിൽ പന്ത് തട്ടിയാൽ
10 പൗണ്ടിൽ തിരിച്ചു വരും ഫുട്ബോൾ. അങ്ങനെയാണ് ഇതിനെ നശിപ്പിക്കുവാൻ തോന്നിയപ്പോൾ ഇത് കൂടുതലായി വളർന്നു. എന്തേ 1 മാസമായി ഈ അച്ഛന്മാരുടെ വരവ് പ്രതീക്ഷിച്ച് ഞങ്ങൾ 3 തിരുമേനിമാരും ഇരിക്കുകയാണ്. എൻ്റെ അറിവനുസരിച്ച് അവർ ചെന്ന് പറഞ്ഞു, മെത്രാപ്പോലിത്താരുടെ അധ്യക്ഷതയിൽ ഞങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് അതുകൊണ്ട് മറ്റു മെത്രാപ്പോലിത്തന്മാരെ കണ്ട് സംസാരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് തിരുമേനി കൽപ്പന തരണമെന്ന് പറഞ്ഞു. 1 മാസം കഴിഞ്ഞു, ഇന്ന് വരെ കൽപ്പന കൊടുത്തിട്ടില്ല. ചോദിച്ചപ്പോൾ പറഞ്ഞു, കോടതിയിൽ കേസ് കിടക്കുന്നുണ്ട്, ഇങ്ങനെ തരാനൊക്കത്തില്ല. കോടതിയിൽ കേസും അനുരഞ്ജന സംഭാഷണമായിട്ട് എന്താ ബന്ധം? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഒരു കാരണവശാലും ഈ സമുദായത്തിൽ സമാധാനം നടത്തരുത് എന്ന് ദൃഢനിശ്ചയമുള്ള ചിലരാണ് ഇന്ന് ഈ സമുദായത്തിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നത്. നിങ്ങളെ സാക്ഷ്യം നിർത്തി ഞങ്ങൾ മെത്രാപ്പോലിത്തന്മാര് സത്യം സത്യം സത്യമായി പറയുന്നു. ഈ സമുദായത്തിൻ്റെ വിഷയങ്ങൾ തീർക്കുന്നതിന് ആത്മാർത്ഥമായി മുന്നോട്ടിറങ്ങിയാൽ 100% ഞങ്ങളുടെ സഹകരണമുണ്ട്. കാരണം ഇതിനകത്ത് ഏറ്റവും കഷ്ടപ്പെടുന്നത് ഞങ്ങളുടെ വൈദികരാണ്. ഞങ്ങൾക്കും മോശമല്ല. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഉറക്കെ പ്രഖ്യാപിക്കുക. പക്ഷേ അന്ത്യോക്യ സിംഹാസനത്തോടുള്ള മാറ്റമില്ലാത്ത അനുസരണം, അതില്ലാതെ എങ്ങനെയാണ് ഒരു അന്ത്യോക്യ ഭക്തന് നിലനിൽക്കുവാൻ സാധിക്കുന്നത്? അന്ത്യോക്യ സിംഹാസനത്തെ അനുസരിക്കണം. എന്നിട്ട് മൈക്ക് കിട്ടുമ്പോൾ ഇതെല്ലാം അവിടുന്ന് കിട്ടിയതാണെന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. അവിടുന്ന് കിട്ടിയതിനെയൊക്കെ ദുഷിക്കുന്ന ആ പ്രവണത മാറ്റി അന്ത്യോക്യ പാത്രക്കീസ് കൽപ്പിച്ചിരിക്കുന്നത് അനുസരിക്കണം. അനുസരിക്കാത്തത് കൊണ്ടാണ് ഈ സസ്പെൻഷനൊക്കെ വന്നത്. അതിൻ്റെ കേസൊക്കെ നടക്കുക. നിങ്ങൾക്കറിയാമല്ലോ, ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന അന്ത്യോക്യ പ്രതിനിധിയായ അന്ത്രേവസ് ബാഹി തിരുമേനിയെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ കാല് കുത്തിക്കാതിരിക്കുവാൻ ഈ സമുദായത്തിൻ്റെ സെക്രട്ടറി ഹൈക്കോടതിയിൽ റിട്ട് ഫയൽ ചെയ്തു. ആരാന്നറിയോ പ്രതി? യൂണിയൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇദ്ദേഹത്തിന് വിസ നിഷേധിക്കണം, ഇദ്ദേഹത്തെ ഇവിടെ ഇറക്കരുത്, ഈ മീറ്റിംഗിൽ ഇദ്ദേഹം പങ്കെടുക്കരുത്, ഇദ്ദേഹത്തിന്റെ വാ പൊളിക്കരുത്. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ അതൊക്കെ നമ്മൾ നേരത്തെ അറിഞ്ഞതുകൊണ്ട് നമുക്കതിന് പ്രതിവിധിയാണ്. ഇതൊക്കെ ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമാണ്. ഇന്നലെ ആ പെറ്റീഷൻ ഈ കോടതി തീർപ്പ് കൽപ്പിച്ചു. എങ്ങനെയാണ് അദ്ദേഹം വിസ സ്റ്റാറ്റസിൽ വന്നോ അതിൽ തന്നെ തുടരണം, ഒരു മാറ്റവുമില്ല. അങ്ങനെയാണ് അദ്ദേഹം ഇന്നിവിടെ വന്നത്. അന്ത്യോക്യ പാത്രക്കീസിന്റെ പ്രതിനിധിയെ തടയണമെന്ന് കൊടുത്ത റിട്ടിൽ പറഞ്ഞിരിക്കുന്നത്, ഈ ദേശത്ത് 1912 മുതൽ വന്നിരിക്കുന്ന പാത്രിയർക്കീസന്മാരെ മലങ്കര സഭയുടെ ധനം മോഷ്ടിക്കുവാനുള്ള ശ്രമമായിരുന്നു. മലങ്കര സഭയിൽ കബറടങ്ങിയിരിക്കുന്ന അന്ത്യോക്യ പാത്രക്കീസ് ഇഗ്നാത്തിയോസ് ഏലിയാസ് ബാവ ഉൾപ്പെടെ മലങ്കര സഭയിൽ നിന്ന് ചൂഷണം ചെയ്യാൻ വന്നതാണെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അന്ത്യോക്യ സിംഹാസനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കനാനായ സമുദായത്തിൻ്റെ അധികാര പരിധിയിൽ എങ്ങനെ വരും, എങ്ങനെ സാധിക്കുമെന്ന് വാസ്തവത്തിൽ ലജ്ജയോടുകൂടി ഓർക്കുകയാണ്. എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ഞാൻ പറഞ്ഞത്, ഇത്ര ആവേശത്തോടുകൂടി ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത നമുക്ക് വീണ്ടും വീണ്ടും പറയാം, ഞങ്ങൾ അനുരഞ്ജനത്തിന് തയ്യാറാണ്. പക്ഷേ അവിടെ അന്ത്യോക്യ സിംഹാസനത്തെ തകർക്കുന്ന ഒന്നും ഉണ്ടാകാൻ പാടില്ല. മേഖലകൾക്ക് ഒരു ഡിഗ്നിഫൈഡ് സെറ്റിൽമെന്റ്. ഞങ്ങൾക്കാർക്കും പാത്രക്കീസിനോട് ചേരണ്ട, ഞങ്ങൾക്ക് പാത്രക്കീസിൻ്റെ കീഴിൽ. ഞങ്ങളുടെ മെത്രാപ്പോലീത്ത പറയുന്നത് ഞാൻ പാത്രക്കീസിനോട് ചേർന്നാണെന്ന്. പാത്രക്കീസിനോട് ചേരണമെങ്കിൽ മറ്റ് 3 പാത്രക്കീസ്മാരുണ്ട്. അലക്സാന്ദ്രിയയിലുണ്ട്, ഈ ഈസ്റ്റാംബൂളിലുണ്ട്, അതുപോലെ തന്നെ റോമിലുണ്ട്. ഇവരൊക്കെയാണ് ചേരേണ്ടത്. അതിൻ്റെ കീഴിൽ യാതൊരു മാറ്റവുമില്ല. അന്ത്യോക്യ സിംഹാസനത്തോട് ചേരാനല്ല, അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കീഴിൽ എന്ന് നിലനിൽക്കുവാൻ ഈ കനാനായ സമുദായം തയ്യാറാകുമോ, അന്ന് ഇവിടുത്തെ വിഷയങ്ങൾ തീരും. അതിന് ഈ യോഗം, ഈ കൂടി വരെ ഒരു ആരംഭമാവട്ടെ. ഇതൊരു പരാജയമല്ല, ഇതൊരു വിജയമല്ല. ഞങ്ങൾക്ക് മുമ്പേ തിരുമേനി പറഞ്ഞത്, ഞങ്ങൾക്ക് പള്ളിക്കുറ്റമൊന്നും ഒരു പേടിയില്ല. കാരണം സമുദായ ഭരണഘടന എടുത്തെടുത്ത് പറയുന്നത് 106C തകർക്കുന്ന ഒന്നും നമ്മളിവിടെ ചെയ്തിട്ടില്ല, ചെയ്യത്തുമില്ല. അതുകൊണ്ട്
സാധാരണ നിങ്ങൾ പറയുന്നത് ഓലപ്പാമ്പ്, കുറച്ചുകൂടെ വ്യക്തമായി മോശമായ ഭാഷയാണെന്നില്ല, ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കരുത്. ഞങ്ങളുണ്ട് കൂടെ, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട്. ആ നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒരു വലിയ പ്രതിജ്ഞ നമ്മൾ എടുത്തു. ഈ സമുദായത്തിൽ ഇന്ന് വാസ്തവത്തിൽ ഏറ്റവും കഷ്ടപ്പെടുന്നത് ഞാൻ പറഞ്ഞല്ലോ, കുറേ അച്ഛന്മാർ ഇവിടെ ഇന്ന് വരുന്നതിന് അച്ഛന്മാരൊക്കെ ഞങ്ങൾ പടമൊക്കെ അയച്ചു കൊടുക്കാനിരിക്കുക. കാരണം എടുക്കട്ടെ നടപടി. അച്ഛന്മാരെ ഉപദ്രവിക്കുന്ന, അതായത് വ്യത്യസ്തമായ രീതിയിൽ അച്ഛന്മാരെ അളക്കുന്ന ഒരു നേതൃത്വം. ഇന്നിപ്പോൾ അച്ഛന്മാരെ അപ്പോയിൻ്റ് ചെയ്യുന്ന മെത്രാച്ചനല്ല, മെത്രാച്ചൻ വെറും സ്റ്റാമ്പ്, വെറും മെത്രാച്ചനല്ല. ചിലരൊക്കെ സെമിനാരിൽ ചെല്ലുമ്പോൾ ഇന്ന കാര്യം സാധിക്കണം, ഞങ്ങൾ മെത്രാപ്പോലിത്തെ തിരുമേനി ഒന്ന് കാണാമെന്ന്. എന്തിനങ്ങേരെ കാണുന്നത്? എന്നെ കണ്ടാൽ പോലെ എന്ന് പറയുന്ന അനുഭവമാണെന്ന് ജ്ഞാനായ സമുദായത്തിൽ. അദ്ദേഹത്തെ വിജയിപ്പിക്കണം, അദ്ദേഹത്തെ ബലപ്പെടുത്തണം, അദ്ദേഹം അന്ത്യോക്യ സിംഹാസനത്തിൻ്റെ കീഴിൽ ഉറച്ചു നിൽക്കണം. അങ്ങനെ സന്തോഷകരവും ഭാസുരവുമായ നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു കിട്ടുന്ന ഒരു ജ്ഞാനായ സമുദായമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിനെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് എല്ലാവരും പറഞ്ഞു ഇതിൻ്റെ ഒരു വലിയ പ്രചോദനം ഏലിയാസൂട്ടി. ഞാൻ ഈ ഒരു ആഴ്ച മുമ്പ് ഒരു ദിവസം ഏലിയാസൂട്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, താൻ വരുമ്പോൾ ഒരു ഷർട്ടും മുണ്ടും ഒരു ബ്രഷൂടെ വാങ്ങിച്ചുകൊണ്ട് വരണം. കാരണം എന്തിനാ എപ്പോഴും നീലംപേരിക്ക് പോകുന്നു? കാരണം അദ്ദേഹം ഇവിടെ തന്നെയുണ്ട്, ഈ തിരുമൂല ഗ്രൗണ്ടിലാണ്. അദ്ദേഹത്തിൻ്റെ രോഗമൊക്കെ ഉണ്ട്, പക്ഷേ അനാരോഗ്യം എന്ന് പറയുന്ന പുള്ളിക്ക് ഇഷ്ടമല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ കർമ്മനിരത ഈ യോഗം വലുതാക്കുവാൻ ഏറെ സഹായിച്ചു. രണ്ടിന്ന് രാവിലെ വാസത്തിൽ അത്ഭുതം തോന്നി. കാരണം ഇവിടെ നിന്ന് അമേരിക്കയിലേക്ക് പോയതാണ്. മിനിഞ്ഞാൻ 4-ാം നാളാണ് സിൽവാനോസിന് വേണ്ടി പോയത്. അദ്ദേഹം നിക്കിയ സെനഹദോസിൻ്റെ 1700ാമത് വാർഷികത്തിൽ പങ്കെടുക്കുവാൻ തുർക്കിക്ക് പോകാനാണ് തിരിച്ചു പോയത്. പക്ഷേ ഇവിടുത്തെ ആവേശകരമായ കാര്യം കണ്ടപ്പോൾ അദ്ദേഹം ആരോടും പറഞ്ഞില്ല. ഇന്ന് രാവിലെ വള്ളംകുളം പള്ളിയിൽ ഇദ്ദേഹം കയറി വരുമ്പോൾ ഞാൻ ഷോക്കായിപ്പോയി. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചല്ല സിൽവാനോസിനുവേനിയുടെ ആത്മാർത്ഥത. ഇവാനോസിനുവേനി മുഴുവനായി ഞങ്ങളോട് കൂടെയുണ്ട്. അപ്പോൾ എല്ലാവരോടും പ്രത്യേകമായ നന്ദി. ഏലിയാസൂട്ടിക്ക് അല്ലെങ്കിൽ ഏലിയാസ് സക്കറിയ പാറയിൽ അദ്ദേഹത്തിൻ്റെ ജന്മദിനമായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ ഭാവങ്ങളും നേരുന്നു. വൈദികരോട് ഞങ്ങൾക്കൊരു വാക്കുണ്ട്, നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങൾക്ക് വരുന്ന ഏത് അനർത്ഥത്തെയും ധൈര്യമായി നേരിടുവാൻ ഞങ്ങൾ മെത്രാപ്പോലിത്തന്മാരുണ്ട്. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഇന്ന് വന്നു ചേർന്ന എല്ലാവരോടും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you for this